Okay, good morning, students. Let us enter to our next section, multiplication method. What is our next section? Multiplication method. Okay, this is our third topic of this chapter, fraction. ഫ്രാക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ മൂന്നാമത്തെ സെക്ഷനിലേക്ക് കിടക്കുകയാണ്, മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത് എന്തായിരുന്നു? ഫ്രാക്ഷൻ, ഒരു നമ്പറും ഒരു ഫ്രാക്ഷനും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന രണ്ട് സന്ദർഭങ്ങൾ എപ്പോഴൊക്കെയായിരുന്നു? ഒന്ന് ടൈംസ് കാണാൻ ഗുണിക്കുകയാണ് ചെയ്തത്, പിന്നെ ഭാഗം കാണാനും ഗുണിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഓഫ് കണ്ടാൽ ഗുണിക്കണം, ടൈംസ് കണ്ടാലും മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളത് ഓർമ്മ വേണം. അതുപോലെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? നമ്പറും ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും തമ്മിലാണ് ഗുണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ്. ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. വി ഹാവ് 4 strings. നമ്മുടെ കയ്യിൽ 4 ചരടുകൾ ഉണ്ട്. വി ഹാവ് 4 strings which is laid end to end. അതെന്ത് ചെയ്തു? ആ 4 സ്ട്രിങ്ങുകളും കൂട്ടി ചേർത്തു. അതിൽ ഒരു സ്ട്രിങ്ങിന്റെ നീളം 1/3 മീറ്റർ ആണ്. ഓരോ സ്ട്രിങ്ങിന്റെയും നീളം എത്രയാണ്? 1/3 മീറ്റർ ആണ്. ഇതാണ് നമ്മുടെ അടുത്തുള്ളത്. We have how many strings? 4 strings. 4 strings are equal in length. One string length 1/3 meter. Okay. And what would be the total length of 4 such strings? ഇങ്ങനെയുള്ള 4 സ്ട്രിങ്ങുകളുടെയും കൂടി ആകെ നീളം എത്രയായിരിക്കും? നമ്മള് ഒരു സ്ട്രിങ്ങിന്റെ നീളം 1/3 മീറ്റർ ആണ്. അങ്ങനെയുള്ള 4 സ്ട്രിങ്ങിന്റെ നീളം എത്രയായിരിക്കും? ഇതൊന്ന് കണ്ടു നോക്കാം. നമുക്കറിയാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഐ ആം ഇറേസിംഗ് ഇറ്റ്. അപ്പൊ ക്വസ്റ്റ്യന് ഞാൻ വായിക്കുക, എഴുതിയെടുക്കുക. The length of a string is 1/3 meter. What is the total length of 4 such strings? ഒരു സ്ട്രിങ്ങിന്റെ നീളം 1/3 മീറ്റർ ആണ്. What is the length of 4 such strings? പേജ് 31-ല് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് എന്നുള്ളതിൽ തുടക്കത്തിൽ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നോക്കി എഴുതിയെടുത്താലും മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരു സ്ട്രിങ്ങിന്റെ നീളം 1/3 മീറ്റർ ആണ്. അങ്ങനത്തെ വേറൊരു സ്ട്രിങ്ങും കൂടി ഉണ്ട്, പിന്നെ ഒരു സ്ട്രിങ്ങും കൂടി ഉണ്ട്, വീണ്ടും ഒരു സ്ട്രിങ്ങും കൂടി ഉണ്ട്. 4 സ്ട്രിങ്ങുകൾ. ഇങ്ങനെയുള്ള 4 സ്ട്രിങ്സിന്റെ ടോട്ടൽ ലെങ്ത് പറഞ്ഞാൽ 4 കൂടി ആഡ് ചെയ്താൽ മതി. 4 കൂടി ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുക? നമ്മള് ഫ്രാക്ഷന്റെ അഡിഷൻ പഠിച്ചിട്ടുണ്ട്. 1/3 + 1/3 + 1/3 + 1/3 1 + 1 + 1 + 1 4/3 മീറ്റർ ഉണ്ടാവും. ഇത് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. ഒരു സ്ട്രിങ്ങിന്റെ നീളം, ലെങ്ത് ഓഫ് 1 സ്ട്രിങ്, നമുക്ക് ഇങ്ങനെ എഴുതാം. ലെങ്ത് ഓഫ് 1 സ്ട്രിങ് ഈക്വൽസ് 1/3 മീറ്റർ. therefore എന്നുള്ളത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ 3 ഡോട്ട് ഇട്ടാൽ മതി. ലെങ്ത് ഓഫ് 4 സ്ട്രിങ്സ്, 4 ചരടിന്റെ നീളം എന്ത് ചെയ്യേണ്ടി വരും? 4 × 1/3 അല്ലേ? 1/3 ഇങ്ങനെ ആഡ് ചെയ്യുന്നതിന് പകരം ഒന്നിന്റെ നീളം 1/3 മീറ്റർ ആണ്. അങ്ങനത്തെ 4 നീളം 4 കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. സോ 4 × 1/3 നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ മൾട്ടിപ്ലിക്കേഷൻ. 4 × 1 4/3 ഇത് തന്നെ കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോ ഇത് ആഡ് ചെയ്താൽ കിട്ടിയത് തന്നെ നമ്മൾ ഈ മൾട്ടിപ്ലൈ. അപ്പൊ ഒന്നും കൂടി ഉറപ്പായി, 4 × 1/3 ചെയ്യണതിന് 4നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്, എന്നിട്ട് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ന്യൂമറേറ്റർ ഈസ് ലാർജർ ദാൻ ഡിനോമിനേറ്റർ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. അപ്പൊ ആദ്യം 4 / 3. ഇത് റൈറ്റ് സൈഡിൽ ഒരു ലൈൻ ഇട്ടിട്ട് നമ്മളൊരു വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടല്ലോ, അവിടെയാണ് എഴുതേണ്ടത്. 4 how many 3s in 4? 1. 1 × 3 3. 4 - 3 1. ഓക്കെ, ഡിവൈസർ, ഡിവിഡന്റ്, കോഷ്യന്റ്, റിമൈൻഡർ. നമുക്ക് ആവശ്യമുള്ളത് ഈ രണ്ടെണ്ണാണ്.
കോഷ്യന്റ് റിമൈൻഡർ. അപ്പൊ നമ്മൾ ആൻസർ എഴുതാൻ പോവാണ്. 4ൽ എത്ര 3 ആണ്? 1 ആൻഡ് റിമൈൻഡർ 1 ബൈ ദിസ് 3 ഹിയർ യൂണിറ്റ് മീറ്റർ. അപ്പോ 1/3 മീറ്റർ നീളമുള്ള 1/3 മീറ്റർ നീളമുള്ള 4 ചേർന്നാല് 1 മീറ്റർ ഉണ്ടാവും, പിന്നൊരു 1/3 മീറ്റർ എക്സ്ട്രാ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതില് 1/3 എന്നുള്ളതാണ് അതിന്റെ ആൻസർ. 1/3 മീറ്റർ. അപ്പൊ ഇവിടെ നമ്മള് മൾട്ടിപ്ലിക്കേഷന്റെ വേറൊരു മെത്തേഡാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പൊ അത് എഴുതിയെടുക്കുക, ക്വസ്റ്റ്യന്റെ ആൻസർ വൃത്തിയിൽ എഴുതിയെടുക്കുക. ഐ എം റൈറ്റിംഗ് ഇറ്റ് ആൻഡ് വി ഹാവ് ടു ഗോ അവർ നെക്സ്റ്റ് പ്രോബ്ലം. നമുക്കിതിലെ പേജ് 32 എല്ലാവരും എടുക്കുക. പേജ് 32 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയെടുക്കണം. പേജ് 32ലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുക്കണം. An iron block weighs 1/4 kilogram. ഒരു അയൺ ബ്ലോക്കിന്റെ വെയിറ്റ് എത്രയാണ്? ഇരുമ്പ് കട്ട. അയൺ ബ്ലോക്ക് മീൻസ് ഇരുമ്പ് കട്ട. 1/4 കിലോഗ്രാം. ഓക്കെ, ഞാൻ നേരത്തെ കിലോഗ്രാം, ഗ്രാം, മില്ലി ലിറ്റർ, ലിറ്റർ, സെന്റിമീറ്റർ, മീറ്റർ റിലേഷനുകൾ ബൈഹാർട്ടാക്കാൻ പറഞ്ഞിരുന്നു. അത് നമുക്ക് തുടക്കത്തിൽ മാത്രമല്ല പലപ്പോഴും ആവശ്യം വരും. പിന്നെ ഒരു അയൺ ബ്ലോക്കിന്റെ വെയിറ്റ് 1/4 കിലോഗ്രാം. What is the weight of 15 such blocks? What is the weight of 15 such blocks? അതിന്റെ താഴെ ഉണ്ട്. What about 16 blocks? ഓക്കെ, ഒരു ഇരുമ്പ് കട്ടയുടെ വെയിറ്റ് 1/4 കിലോഗ്രാം ആണ്. ഇങ്ങനെയുള്ള 15 ഇരുമ്പ് കട്ടയുടെ വെയിറ്റ് എത്രയാണ്? അങ്ങനെ ചോദിച്ചാൽ നമ്മള് സ്റ്റെപ്പ് എഴുതാൻ ഒരിക്കലും മറക്കരുത്. എല്ലാ പ്രോബ്ലത്തിനും സ്റ്റെപ്പ് എഴുതണം. അപ്പൊ ഒരു ഇരുമ്പ് കട്ടയുടെ വെയിറ്റ് 1/4 കിലോഗ്രാം ആണ്. അങ്ങനെയുള്ള 15. അപ്പോ നമ്മൾ എങ്ങനെ എഴുതുക? വെയിറ്റ് ഓഫ് 15 ബ്ലോക്സ് അല്ലെ? ഇരുമ്പ് 15 അയൺ ബ്ലോക്സിന്റെ വെയിറ്റ്. ഒരു അയൺ ബ്ലോക്സിന്റെ വെയിറ്റ് അത് നമുക്ക് മുകളിൽ അങ്ങനെ എഴുതുന്നത് നല്ലതാണ്. 1 അയൺ ബ്ലോക്സ് വെയിറ്റ് ഈക്വൽ ടു 1/4 കിലോഗ്രാം. അങ്ങനെ therefore വെയിറ്റ് ഓഫ് 15 അയൺ ബ്ലോക്സ്, ഒരു ബ്ലോക്കിന്റെ വെയിറ്റിനെ 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ ടൈംസ് ആണ് കാണിക്കുന്നത് അല്ലെ? 1/4 into 15 ഇങ്ങനെ ചെയ്യാ. പഠിച്ചതാണ് നമ്മള്. 15 ഏതുകൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 1 കൊണ്ട്. 4 കൊണ്ട് ചെയ്യാൻ പാടുണ്ടോ? ചെയ്യരുത്. 15 into 1 15 by this 4. ഓക്കെ, ഇങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ന്യൂമറേറ്റർ ഈസ് ലാർജർ ദാൻ ഡിനോമിനേറ്റർ. സോ we have to divide and write it as a mixed fraction. So 15 divided by 4. How many 4s in 15? 3. Okay, 3 into 4 12. 15 minus 12 3. It is answer. ഇത് റിമൈൻഡർ ആണ്. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ ഇവിടെ ആൻസർ എഴുതുന്നത് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ 15ൽ എത്ര 4 ആണ്? 3. അതാണ് ആദ്യം എഴുതേണ്ടത്. 3. ഓക്കെ, ഇനി റിമൈൻഡർ എടുക്കുക. റിമൈൻഡർ എത്രയാണ്? അത് ഇവിടെയാണ് എഴുതുന്നത്. 3 by this 4 അല്ലെങ്കിൽ ഇത് 4. ഈ 4 എടുത്ത് ഓക്കെ, ഈ യൂണിറ്റ് ആണ്. എന്താണ് ചോദ്യം? കിലോഗ്രാമുള്ള 15 കട്ടകളുടെ വെയിറ്റ് എത്ര? കിലോഗ്രാമുള്ള 15 കട്ടയുടെ വെയിറ്റ്. ഇപ്പൊ നമ്മള് 3.25 കിലോഗ്രാം. ഓക്കെ, 3 and 3/4 എന്ന് പറഞ്ഞാൽ 3.25 എന്ന് നമ്മൾ മലയാളത്തിൽ പറയും അല്ലെ? 3.25 കിലോഗ്രാം. ഓക്കെ, ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, ഇതിൽ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലെ? വാട്ട് അബൌട്ട് 16 സച്ച് ബ്ലോക്സ്? അപ്പൊ ഞാനിത് റൈസ് ചെയ്യാണ്. ഇത് 16 ആയി മാറുന്നുണ്ട് അല്ലെ? എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? 1/4 കിലോഗ്രാം ഉള്ള ഒരു കട്ട, അങ്ങനത്തെ 16 കട്ടയുടെ വെയിറ്റ് എത്ര? സോ വെയിറ്റ് ഓഫ് സെക്കൻഡ്, ഫസ്റ്റത്തേതിന് 1 എന്ന് എഴുതണം കേട്ടോ. അത് കഴിഞ്ഞ് രണ്ടാമത്തത് എഴുതുമ്പോ സെക്കൻഡ് എഴുതണം. വെയിറ്റ് ഓഫ് 16 ബ്ലോക്സ്. ഒരു കട്ടയുടെ വെയിറ്റ് 1/4 കിലോഗ്രാം, ക്വാർട്ടർ ആണ്. അങ്ങനത്തെ 16 കട്ട 1/4 into 16
Oh, 116 into 1, 16 by 4. Okay. 16 400 divide ചെയ്ത് എത്രയാണ്? How many 4s in 16? 3 ആണോ? 4 ആണ്. 4 into 4, 16. 16 minus 16, 0. Remainder 0 എന്നാ പിന്നെ മിക്സ്ഡ് ഉണ്ടാവില്ല. കാരണം എന്താ? 16-ല് 4 കൃത്യമായിട്ട് പോവും. 16-ല് 4 ടൈംസ്. പിന്നെ ബാക്കിയില്ല. ബാക്കി ഉണ്ടെങ്കിലാണ്, റിമൈൻഡർ ഉണ്ടെങ്കിൽ ഇവിടെ ഹാഫ്, കാലും മുക്കാലും ഒക്കെ വരുള്ളൂ. സോ ദ ആൻസർ ഈസ് 4 കിലോഗ്രാം. 1/4 കിലോഗ്രാം ഉള്ള 16 കട്ടകൾ ചേർന്നാൽ 4 കിലോ ആയി മാറും. ഓക്കെ, സോ ദ ആൻസർ ഈസ് 4 കിലോഗ്രാം. ലൈക്ക് ദാറ്റ് വി ഹാവ് 2 more such questions. I will read. എഴുതിയെടുക്കണം. വൃത്തിയിൽ ക്വസ്റ്റ്യൻ എഴുതാതെ ആൻസർ മാത്രം എഴുതരുത്. നോക്കാം. Each of some iron rods of length 2 meter is cut into 5 equal pieces. Okay. So this is over. So each of some iron rods of length 2 meter. അയൺ റോഡിന്റെ ലെങ്ത് 2 മീറ്റർ ആണ്. ഇറ്റ് ഈസ് കട്ട് ഇൻ ടു 5 ഈക്വൽ പീസസ്. അത് എത്ര പീസാക്കി? 5 പീസാക്കി മുറിച്ചു. അയൺ റോഡിനെ 1 2 3 4 5 അയൺ റോഡിനെ 5 പീസാക്കി മുറിച്ചു. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? ഓരോ പീസിന്റെയും നീളം. ഇത് നമ്മൾ ഇതിന് തൊട്ട് മുമ്പേ പഠിച്ച ടോപ്പിക്കാണ് കേട്ടോ. ഇതിന് മുൻപ് പഠിച്ച ടോപ്പിക്കാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 മീറ്റർ നീളമുള്ള ഒരു ഇരുമ്പ് വടി ഉണ്ട്. അതിന് എത്ര പീസാക്കി? 5 പീസാക്കി. എല്ലാവരും ക്വസ്റ്റ്യൻ ആദ്യം എഴുതണം. എഴുതിയ ശേഷമാണ് ആൻസർ എഴുതേണ്ടത്. എന്നിട്ട് അതിൽ പറഞ്ഞത് 5 പീസാക്കിയിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഈച്ച് പീസ്? അപ്പൊ നമ്മൾ ആദ്യം ഫ്രാക്ഷൻ, ഭാഗം കണ്ടെത്തണം. 5 പീസാക്കിയാൽ ഒരു പീസ് എത്ര ഭാഗം ഉണ്ടാവും? അതാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. 5 പീസാക്കിയാൽ 1 പീസ് ഈസ് എത്ര ഭാഗം ഉണ്ടാവും? 5 എണ്ണാക്കിയാൽ ഒരു പീസ് 5-ൽ 1 ഉണ്ടാവുക. 1/5. 5 പീസാക്കിയാല് ഒരു സാധനം 5 പീസാക്കിയാൽ അത് 5-ൽ 1 ഉണ്ടാവുക. ഇതിന്റെ 2 മീറ്ററിന്റെ. അപ്പൊ 1 പീസ് ഈസ് 1/5 ഓഫ് 2 മീറ്റർ. ഇതാണ് ആദ്യം എഴുതേണ്ടത്. ആകെ 2 മീറ്റർ ഉള്ളത്. അതിനെ 5 പീസാക്കി അടുത്തൊരു പീസ് 5-ൽ ഒരു ഭാഗം ഉണ്ടാവും. 1/5 ഓഫ് 2 മീറ്റർ വിച്ച് ഈസ് ഈക്വൽ ടു 1/5 into 2. ആൻഡ് എങ്ങനെ ചെയ്യാം? 2 into 1, 2/5 മീറ്റർ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒരു പീസിന്റെ നീളം കിട്ടി. ഇനിയാണ് നമ്മൾ ഇപ്പൊ പഠിച്ച ടോപ്പിക് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 such പീസ്? ഇത് ഒന്നാമത്തെ പ്രോബ്ലം ആണ്. അതിൽ രണ്ടാമത്തെ പ്രോബ്ലം, വാട്ട് ഈസ് ദ ടോട്ടൽ ലെങ്ത് ഓഫ് 4 such പീസ്? അപ്പൊ ലെങ്ത് ഓഫ് 4 പീസ്, ഇങ്ങനെയുള്ള 4 പീസിന്റെ നീളം എത്ര? ഒരു പീസിന്റെ നീളം നമുക്ക് കിട്ടി. ഈ ഒരു പീസിന്റെ നീളം എത്രയാണ്? 2/5 മീറ്റർ. അങ്ങനെയുള്ള 4 പീസ് 4 into 2/5. ഒരു പീസിന്റെ നീളം 2/5 അല്ലേ? അങ്ങനത്തെ 4 പീസ്. അപ്പൊ 4 into 2/5 is equal to 4 into 2, 8/5. ഇതിങ്ങനെ വെച്ച് നിർത്താൻ പാടുണ്ടോ? ഇല്ല, മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണം. ഇങ്ങനെ ഹരിച്ച് ഡിവൈഡ് ചെയ്ത് 8-ൽ എത്ര 5 ഉണ്ട് അത് ഇവിടെ എഴുതണം. റിമൈൻഡർ കിട്ടിയത് ഇവിടെ എഴുതണം. ആൻസർ ഇവിടെ എഴുതണം. മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ടാണ് ആൻസർ കിട്ടുക. എഴുതാൻ മറക്കരുത്. വാട്ട് അബൌട്ട് 10 such പീസ്? ഒരു പീസിന്റെ നീളം 2/5 മീറ്റർ ആണ്. അങ്ങനത്തെ 10 പീസിന്റെ നീളം. അപ്പൊ എന്താ ചെയ്യുക? അടുത്ത സ്റ്റെപ്പ് ഇങ്ങനെ എഴുതുക. ലെങ്ത് ഓഫ് 10 പീസ്. 4 പീസ് എന്നുള്ളതിന് പകരം എന്താ എഴുതുക? 10 പീസ്. അപ്പൊ 10 into 2 എന്ന് വരും. എന്താ വരിക? 10 into 2/5. ഓക്കെ, അപ്പോ 10 into 2 ചെയ്തിട്ട് ഇതേപോലെ വേറൊരു ആൻസർ കിട്ടും. ചെയ്തു നോക്കണം, മറക്കൂലോ. അപ്പൊ ഇത് രണ്ടും ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ചോദിക്കണം. നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. നെക്സ്റ്റ് പ്രോബ്ലം പേജ് 33. നമ്മൾ രണ്ടും ചെയ്ത പേജ് 32 ആണ്.
പേജ് 33 ഒരു പ്രോബ്ലം കൂടി ഉണ്ട്, അതും നമ്മൾ ചെയ്ത് നോക്കണം. അപ്പൊ ഞാൻ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയ പറയാ. There are some cans, each contain 5 liters of milk. കുറച്ച് ക്യാനുകൾ ഉണ്ട്, ഓരോന്നിലും എത്ര ലിറ്റർ പാലുണ്ട്? 5 ലിറ്റർ മിൽക്ക് ഉണ്ട്. ഓരോന്നിലും 5 ലിറ്റർ മിൽക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ ആദ്യം എഴുതണം, പോസ് ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതിയ ശേഷമാണ് ഇതെങ്ങനെ ചെയ്യാന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കേണ്ടത്. The milk in each vessel is used to fill 6 identical bottles. ഓരോ പാത്രത്തിലുമുള്ള പാല്, ഓരോ പാത്രത്തിലും 5 ലിറ്റർ മിൽക്കാണ് ഉള്ളത്. 5 ലിറ്റർ ഓഫ് മിൽക്കാണ് ഉള്ളത്. ഇതെന്ത് ചെയ്തു? ഈസ് യൂസ്ഡ് ടു ഫിൽ 6 ഐഡന്റിക്കൽ ബോട്ടിൽ. ഇത് 6 ബോട്ടിലുകളിലേക്ക് നിറച്ചു. ഓക്കെ, എത്ര ബോട്ടിലുകൾക്കാണ് നിറച്ചത്? ഈ ഒരു കുറെ ക്യാൻ ഉണ്ടായിക്കോട്ടെ, നമ്മൾ അടുത്തൊരു ക്യാന് മാത്രം ഇപ്പൊ പരിഗണിച്ചാൽ മതി. ഒരു ക്യാന്, വലിയൊരു ക്യാൻ ഉണ്ട്, ആ ക്യാനിൽ 5 ലിറ്റർ മിൽക്ക് ഉണ്ട്. ആ മിൽക്ക് എടുത്തിട്ട് യൂസ്ഡ് ടു ഫിൽ 6 ഐഡന്റിക്കൽ ബോട്ടിൽസ്. ആ മിൽക്ക് ഒക്കെ എടുത്തിട്ട്, ഈ 5 ലിറ്റർ മിൽക്ക് എടുത്തിട്ട് 6 ബോട്ടിലുകൾക്ക് നിറച്ചു. ഇതാണ് ഫസ്റ്റ് പറഞ്ഞത്. ഇനി എന്താ പറഞ്ഞത്? ഹൗ മച്ച് മിൽക്ക് ഈസ് ദർ ഇൻ ഈച്ച് ബോട്ടിൽ. ഓരോ ബോട്ടിലും എത്ര പാലുണ്ടാവും, എത്ര മിൽക്ക് ഉണ്ടാവും ഓരോ ബോട്ടിലും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു വസ്തു 6 എണ്ണത്തേക്ക് നിറച്ചാൽ ഒന്നിൽ എത്ര ഭാഗമുണ്ടാകും? ഹൗ മച്ച് ഇൻ 1 ബോട്ടിൽ. നേരത്തെ ചെയ്ത ഒരേപോലെ തന്നെയാണ്. ഒരു ബോട്ടിൽ എത്ര ഭാഗം ഉണ്ടാവും? 1 ബോട്ടിൽ ക്യാൻ ഹോൾഡ് എത്ര? 6 എണ്ണത്തേക്കാണ് ഒരു സാധനം നിറക്കുന്നത്. എന്ത് നിറച്ചാലും കുഴപ്പമില്ല. 6 എണ്ണത്തിലേക്ക് നിറച്ചാൽ ഒന്നില് 6ൽ ഒരു ഭാഗം ഉണ്ടാവും. 1/6. 6 വീതാക്കിയാൽ ഒന്നിലുണ്ടാകുക 6 ഭാഗമാക്കിയത്തൊരു ഭാഗം ഒന്നിലുണ്ടാവും. ഇതിലും 1/6 ഉണ്ടാവും. ഇതിലൊക്കെ 1/6 പാർട്ടല്ലേ ഉണ്ടാകുക. അപ്പൊ 1/6 ആണ് ഉണ്ടാകുക. അപ്പൊ ഒരു ബോട്ടിൽ ഉണ്ടാവുന്നത് 1/6 ഓഫ് ഏതിന്റെ? എത്ര ലിറ്റർ ആണ് ഈ വീതം വെച്ചത്? 5 ലിറ്റർ ആണ് ഈ വീതം വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ബോട്ടിൽ 6ൽ ഒരു ഭാഗമാണ് ഏതിന്റെ ഉണ്ടാകുക? ഈ 5 ലിറ്ററിന്റെ ഉണ്ടാകുക. അപ്പൊ 1/6 ഓഫ് 5 ലിറ്റർ. എഴുതിയത് നേരെ ശ്രദ്ധിക്കുക. 5 ലിറ്റർ പാല് 6 ബോട്ടിലേക്ക് നിറച്ചു. 6 ബോട്ടിലിൽ നിറച്ചാൽ ഒരു ബോട്ടിലിൽ 6ൽ ഒരു ഭാഗം ഉണ്ടാകുക. ഇതിലുണ്ടായിരുന്നതിന്റെ. ഇതിൽ എത്ര ഉണ്ടായിരുന്നത്? 5 ലിറ്റർ. ഓക്കെ, 5 ലിറ്ററിന്റെ 6ൽ ഒരു ഭാഗമാണ് ഓരോ ബോട്ടിലും ഉണ്ടാവുന്നത്. കാരണം 6 ബോട്ടിലേക്കാണ് ഇത് വീതിച്ചിരിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോ 1 ബോട്ടിൽ ക്യാൻ ഹോൾഡ് 1/6 ഓഫ് 5 ലിറ്റർ. അതെങ്ങനെ ചെയ്യാന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓഫ് ചെയ്യാനും മൾട്ടിപ്ലിക്കേഷൻ 1/6 into 5 equal to 5 into 1. 5 into 1 5/6 ലിറ്റർ. ഇത് ന്യൂമറേറ്റർ is smaller than denominator. അപ്പൊ ഇത് സിംപ്ലിഫൈ ചെയ്യാണ്ടോ നോക്കിയാൽ മതി. ഇത് സിംപ്ലിഫൈ ചെയ്യാനും ഇല്ല, അപ്പൊ അവിടെ വെച്ച് നിർത്താം. ഓക്കെ, ഹൗ മച്ച് മിൽക്ക് ഇൻ 3 സച്ച് ബോട്ടിൽസ്. ഒരു ബോട്ടിലുള്ള അളവ് കിട്ടി. ഇനി അങ്ങനെയുള്ള 3 ബോട്ടിലില്, അപ്പൊ ഇത് ഫസ്റ്റ് ടോപ്പിക്. ഇനി സെക്കൻഡ് ടോപ്പിക്, 1 ബോട്ടിൽ ക്യാൻ ഹോൾഡ് അല്ല, 3 ബോട്ടിൽ ക്യാൻ ഹോൾഡ്. 3 ബോട്ടിൽ ക്യാൻ ഹോൾഡ്. ഒരു ബോട്ടിൽ എത്രയാണ്? 5/6 ലിറ്റർ. അങ്ങനത്തെ 3 ബോട്ടിൽ 3 into 5/6. ഒരു ബോട്ടിലുള്ളതിന് ഇത് നമ്മൾ പഠിച്ചതാണ്. പക്ഷെ ഇവിടെ 3 into 5 15. 15/6 ആണ് വരിക. 15/6 ആവുമ്പോ ന്യൂമറേറ്റർ വലുതാണെന്ന് മറക്കരുത്. അപ്പൊ ആൻസർ അവിടെ വെച്ച് നിർത്തരുത്. അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കണം. ഓക്കെ, മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. ഇൻ 12 ബോട്ടിൽസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ 3 ബോട്ടിലിൽ എത്ര കൊള്ളും ചോദിച്ച പോലെ 12 ബോട്ടിലിൽ എത്ര എണ്ണം ഉണ്ടാവും? അപ്പൊ ഒരു ബോട്ടിൽ 5/6 ലിറ്റർ ആണ്. അങ്ങനത്തെ 12 ബോട്ടിൽ. അപ്പൊ 12 into 5/6. അതും സിംപ്ലിഫൈ ചെയ്യുക, അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് അത്രയും ലിറ്റർ എന്ന് എഴുതണം. സോ വി ആർ കൺക്ലൂഡിങ് അവർ സെക്ഷൻ നൗ. നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? മിക്സഡ് ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത് ചെയ്യേണ്ടതുണ്ടാവും, സിംപ്ലിഫൈ ചെയ്യേണ്ടതുണ്ടാവും, മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴൊക്കെയാണ് വരുന്നത്,
ഫ്രാക്ഷനും ഒരു നമ്പറും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ 2-3 സെക്ഷനിലായിട്ട് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലൊക്കെ പഠിക്കാനുള്ളത് ഫ്രാക്ഷനും തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. അതും വളരെ സിമ്പിൾ തന്നെയാണ്, ഇതേപോലെ തന്നെയാണ്. നമ്മൾ സ്റ്റെപ്പായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഒരു കൺഫ്യൂഷനും വരില്ല. ഞാൻ തുടക്കത്തിലെ പറഞ്ഞത് വലിയൊരു ചാപ്റ്റർ ആയതുകൊണ്ട് ഉള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് എന്നാണ്. പക്ഷെ ഓരോ ടോപ്പിക്കും നമ്മൾ ക്ലിയർ ചെയ്ത് പോവുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയും.